ആണ് ചൂരോട്ട് പള്ളി. പണ്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് പുരാതന പള്ളിയായിരുന്നു ഇവിടെ. മുജീബെ, പണ്ട് നമ്മൾ ഈ പള്ളിയിൽ വരുമ്പോൾ ഓർമ്മ ഉണ്ടോ? പഴയ ഒരു പള്ളിയല്ലായിരുന്നോ? നല്ല ഇപ്പോഴും പള്ളി ഇതാണ്. ഇവിടെ പഴമ നിലനിർത്തുന്നുണ്ടല്ലേ? അതെ. അകത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും വരുത്തിയിട്ടില്ല അല്ലേ? പഴയ പോലെ തന്നെയാണ്. പുറം മാത്രമേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. പള്ളി പഴയ പോലെ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. ഇത് തന്നെ തടിയല്ലേ? തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റും, തീർച്ചയായും. നല്ല സൗണ്ടൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര ഗൃഹാതുരത്തിന് ഭീകരതയുള്ള സൗണ്ട്. ഫുള്ളും മരത്തിൽ നിർമ്മിത മരമാണല്ലേ? ഇതാണ് അകമ്പള്ളി എന്ന് പറയുന്നത് അല്ലേ? അതെ. മിമ്പറും മെഹ്റാബും ഒക്കെ ഉണ്ടല്ലോ. അതെ. ഇതല്ലേ മിമ്പർ? ഇവിടെ ഇപ്പോഴും കുത്തുബയൊക്കെ ഉണ്ടല്ലേ? കുത്തുബയുണ്ട്. അത് മരത്തിൽ കൊത്തിയ പഴയ കാലത്തെ തന്നെയാണ് മിമ്പർ കൊടുത്തിരിക്കുന്നത്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി ഇമാമ് നിൽക്കുന്ന സ്ഥലം അല്ലേ? ഇത് മരമാണോ? അല്ലല്ല, ഇത് സിമെന്റ് ആണ്. ഇത് സിമെന്റ് കൊണ്ട് പുതുതായിട്ട് ഉണ്ടാക്കിയതായിരിക്കും. ബാക്കിയൊക്കെ മരത്തിനാൽ തന്നെയാണ്. ഇതിന്റെ റൂഫെല്ലാം മരം കൊണ്ട് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു ശാന്തത ഫീൽ ചെയ്യുന്നില്ലേ? ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. തണുപ്പ് മാത്രമല്ല, ഒരു ചെറിയ ശാന്തത. അങ്ങനെ ഇങ്ങനെ ഇരുളടങ്ങി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു ശാന്തത. ഇത് പുറത്തേക്കുള്ളൊരു വഴിയാണ്. നമുക്ക് പുറത്തോട്ടൊന്നും ചീവീട്ടിലൊക്കെ കരയുന്നുണ്ട്. ഇവിടെ ഖബർസ്ഥാൻ ഉണ്ടോ പള്ളിയിൽ? അതെ, ഖബർസ്ഥാനുണ്ട്. ഖബർസ്ഥാനുള്ള പള്ളിയാണിത്. പഴയ കാലത്തെ പള്ളിയാണ്. അന്നൊക്കെ ഇത് വലിയ പള്ളിയായിരിക്കും. കാരണം അന്ന് മനുഷ്യന്റെ അധ്വാനവും കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കും അല്ലേ? ഇത് പടിയുടെ ഒക്കെ വീതി നോക്കി. ഇത്രയും മരത്തിലാണ്. മരത്തിന്റെ കട്ടളപ്പടിയുടെ ഒക്കെ വീതി ഉണ്ടോ? വലിയ തടി. ഇങ്ങനെയുള്ള പള്ളികളൊക്കെ കാണാൻ അപൂർവമാണ്. ഇത് അന്നേ കൊട്ടി വെച്ചതായിരിക്കും. അമീറുൽ മുഅ്മിനീന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ഓരോ ഖലീഫമാർക്കുള്ള പേരുണ്ടാവും തോന്നല്ലേ? ഇതൊക്കെ എന്തൊക്കെയോ ശില്പവിദ്യകളിൽ പണ്ട് കാലത്തെ കാലിഗ്രാഫി പോലത്തെ ശില്പവിദ്യകളൊക്കെ ചെയ്തു വെച്ചേക്കുന്നുണ്ട്. അത് ഇത് പണ്ട് കാലത്ത് തന്നെ ഉള്ളതല്ലേ? മിഹ്റാബിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികൾ. ഇത് വെള്ളം പൂശിയപ്പോഴും ഈ സാധനങ്ങളുടെ നിലനിർത്തി എന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ഇപ്പോഴും ഇതുപോലത്തെ ഒരുപാട് പള്ളികളുണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങളെ ഭാഗത്ത് ഇതല്ലേ ഉള്ളൂ? നമ്മളെ ഭാഗത്ത് ഇത് നമ്മൾ നേരത്തെ കണ്ട ഇരിപ്പാങ്കുളം പള്ളി. അതൊക്കെ പോവാതിയാവൂല്ലേ? ഈ പള്ളി പുതുക്കി പണിഞ്ഞു എന്നൊക്കെ പണ്ട് പറഞ്ഞപ്പോഴേ മുജീവേ, ഞാൻ വിചാരിച്ചു ഇതെല്ലാം പൊളിച്ചിട്ട് വേറെ രൂപത്തിലാക്കണം. പക്ഷേ ഇത് ഫ്രണ്ടിൽ മാത്രമേ മാറ്റങ്ങൾ ഇതുപോലെ ഫ്രണ്ടിൽ മാത്രം മാറ്റങ്ങൾ വരുത്തി, മറ്റത് അതുപോലെ ബാക്കിയുള്ളതെല്ലാം പഴയ പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, പള്ളിക്കുളമുണ്ട്. കുറച്ച് താഴെയായിട്ട് ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പം പൊതു എടുക്കാനൊന്നും അവർ പോകാറ്. ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുളം ഉണ്ടല്ലേ? കുളമൊക്കെ ഇപ്പം കാട് അടിച്ചേക്കാണ്. ഒരു ഉപ്പൻ ഇതുകൊണ്ട് പറന്നു വന്നു. ഇവിടെ ഖബർസ്ഥാൻ ഈ ഭാഗത്താ പ്രത്യേക ഒരു ഫീലിംഗ് വരുന്നുണ്ട്. കാണുന്നതാണ് കുളം. അവിടെ കുളം ഉണ്ടല്ലേ? അവിടെ ഒരു വലിയ കുളമുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.